ഇന്ന് കുക്കിംഗ് തന്നെയാ കേട്ടോ രാവിലത്തെ പരിപാടി. രാവിലെ അല്ല, ഉച്ചകാലായി. അപ്പൊ ഇച്ചിരി മീൻകറി വെച്ചാൽ കവലെ പോയി ഇച്ചിരി വറ്റയൊക്കെ വാങ്ങിച്ചു കേട്ടോ. അപ്പൊ കൊച്ചിന് ഇച്ചിരി പനിയും ചുമയൊക്കെ, അപ്പൊ ഒന്ന് വിശപ്പും കാര്യങ്ങളൊന്നും. അപ്പൊ ഇച്ചിരി മീൻകറിയോ ഇച്ചിരി മീൻ വറുത്തോ കൂട്ടി ഒന്ന് ശകലം ചോറ് കൊടുത്തേക്കാവുന്നതുകൊണ്ടായിരുന്നു. രാവിലെ പോയി ഒരു 1/2 കിലോ വറ്റയും വാങ്ങിച്ച് വീട്ടിൽ വന്ന് എണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ചത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ ചേർക്കുന്നത്. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞിട്ട് അത് മടിയായതുകൊണ്ടാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് അത് മൂപ്പിച്ചെടുത്തിന് മുളകും മഞ്ഞളും എല്ലാം ഇട്ട് മൂപ്പിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കോട്ടയം സ്റ്റൈൽ മീൻകറിയുടെ കൂട്ടായല്ലോ. അപ്പോൾ ദേ മഞ്ഞപ്പൊടി ഇട്ടു, നമ്മുടെ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് ഇടുന്നത്. കൊച്ച് ഉള്ളതുകൊണ്ട് അധികം എരിവ് ഇടുന്നില്ല കേട്ടോ. അപ്പോൾ അത് ഇട്ട് നല്ല കുടംപുളി ഒക്കെ റെഡിയാക്കി ഒഴിച്ച് ദേ ആവശ്യത്തിന് ഗ്രേവിക്കുള്ള വെള്ളം ഒഴിച്ച് ഇനി നമുക്ക് തിളപ്പിക്കാൻ വെക്കാം കേട്ടോ. അപ്പുറത്തെ അടുപ്പയിൽ ഇരുന്ന് വേഗം കഞ്ഞി കേട്ടോ, കുക്കറിനകത്ത് ഞാൻ കഞ്ഞി വെക്കുന്നത്. അപ്പോൾ ദേ മസാലയെല്ലാം റെഡിയായി, മീൻ കറിക്കുള്ള മസാല റെഡി. ഇനി അടച്ചു വെച്ചും തിളപ്പിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാവേ. നമ്മുടെ വറ്റ ഞാൻ അതിൻ്റെ അകത്ത് കുറച്ച് കഷ്ണങ്ങൾ മുള്ളില്ലാത്ത ഇച്ചിരി ഈ വറ്റയാണെങ്കിൽ ഇടയ്ക്ക് മുള്ളുണ്ടല്ലോ, അപ്പം മുള്ളില്ലാത്ത ദശഭാഗം തന്നെ കുറച്ച് എടുത്ത് വെച്ചോട്ടോ വറക്കാൻ വേണ്ടി. അപ്പം അത് ചിലപ്പം കൊച്ചു കഴിച്ചോളുമല്ലോ. അപ്പം ദേ കുറച്ച് വറക്കാൻ വേണ്ടി എടുത്ത് മാറ്റി വെച്ചു. കുക്കർ വിസിലടിച്ചു, കഞ്ഞി വെന്തു, കുക്കർ നിർത്തി. പിന്നെ തേണ്ട നമ്മൾ വറക്കാൻ വേണ്ടിയിട്ടുള്ള മീനൊന്ന് അരച്ച് പുരട്ടി വെക്കുവാണേ. അത് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾ പൊടി, കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് തിരുമി റെഡിയാക്കി വെക്കാൻ കേട്ടോ. ഒരു 5-6 കഷ്ണം വറക്കാം, ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്കൊരു 2-3 കഴിക്കാൻ, കൊച്ചിന് 2-3 കഴിക്കാമല്ലോ. അങ്ങനെ വേണ്ട വറക്കാനുള്ള മീനും എല്ലാം അരച്ച് പുരട്ടി റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് ചോറ് ഊറ്റാം കേട്ടോ. ചോറൊക്കെ നല്ലപോലെ വെന്ത് നമ്മളെ ചാക്കരി ചോറാണ്. കൊച്ചിന് ഈ വെള്ള റൈസ് ഇച്ചിരി ഇഷ്ടമാണ്. കുത്തിരിയാ സാധാരണ വെക്കുന്നത്. അപ്പൊ ഇന്ന് ചില ചാക്കരി വെച്ചേക്കാവുന്നതുകൊണ്ട് ഇതേ ചാക്കരിയും വെച്ചു. അത് ഊറ്റാനും പോയി. ഇനിയിപ്പോൾ മീൻ വറക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇതിന്റെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഈ നമ്മുടെ അടുപ്പൊക്കെ ഒന്ന് തുടച്ചോണ്ടിരിക്കണം. എനിക്ക് അവിടെ ഇങ്ങനെ ഈ എണ്ണയൊക്കെ തെറിച്ച് കിടക്കുന്നൊന്നും ഇഷ്ടമില്ല. പിന്നെ തേണ്ട മീൻ വറക്കാൻ വേണ്ടി നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു. മീൻ തേണ്ട പെറുക്കിയിട്ട് ഒരു 3-4 കഷ്ണം പെറുക്കിയിട്ട് ഇനി മീനോട് വറുത്ത് ചോറുണ്ടായി. എന്തെങ്കിലും ചാറുകറി വെക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ കൊച്ചിന് വായിക്ക് രുചിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് പിന്നെ ഞാനൊന്നും ഉണ്ടാക്കിയില്ല. കാരണം അവള് കഴിക്കോ ഇല്ലോ എന്ന് അറിയത്തില്ലല്ലോ. എനിക്ക് ഇതിനോടൊന്നും താല്പര്യം. എനിക്ക് എന്തെങ്കിലും ഒരു കറി മതിയേ. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി കറിയൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ അതേ മീൻ കറി റെഡിയായി. മീൻ അവിടെ വറുത്തുകൊണ്ടിരിക്കുന്നു. മീനും മൂത്തു. അപ്പോൾ മീൻ കറിക്ക് അത് ഇച്ചിരി ഉപ്പ് കുറവാണ്. അപ്പോൾ എന്നാൽ ഇച്ചിരി ഉപ്പിട്ട് ഒന്ന് റെഡിയാക്കിയേക്കാന്നുണ്ട്. അതും ഇട്ട് മീൻ വറുത്ത് എല്ലാം റെഡിയായി. കൊച്ചിൻ്റെ അടുത്ത് ചോറും കൊണ്ട് വെച്ചേ. അപ്പം സാധാരണ ഇവിടെ ഒരു കറി കൂട്ടിയേ കഴിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മീൻ വറുത്ത് ഉണ്ടാക്കിയത്. അങ്ങനെ തന്നെ മീനൊന്ന് ഒക്കെ ഒന്ന് ഞുള്ളി ഇടുവാണേ. ഇതാകുമ്പോൾ മുള്ളും ഇല്ലല്ലോ. വെള്ള മീനുമാണ്, മുള്ളും ഇല്ലാത്തതുകൊണ്ട് കഴിച്ചോളും. അപ്പോൾ അങ്ങനെ വേണ്ട മീൻ വറുത്തും ഒക്കെ ഒന്ന് ഞുള്ളിയിട്ട് അതൊക്കെ ചോറ് കൊടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ താണ്ട് അവിടെ മീൻ കറി മീൻ വറുത്തും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ടി വിയും കാണുന്നുണ്ട്. അപ്പം കൊച്ചൊന്ന് നക്കിയൊക്കെ നോക്കുന്നുണ്ടേ. ഇഷ്ടപ്പെട്ടില്ലെന്നാണ് തോന്നുന്നത്. പിന്നെ താണ്ട് മീനെല്ലാം ഞുള്ളി ഇട്ട് കൊടുത്തിട്ട് ഞാൻ ചോറുണ്ണാനും തുടങ്ങി. അവള് പയ്യെ ഞുള്ളാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കഴിക്കോ ഇല്ലെന്ന് അറിയത്തില്ല. കഴിച്ചില്ല കേട്ടോ ശരിക്കും പറഞ്ഞാല്. കാരണം ചോറ് ഇഷ്ടപ്പെട്ടില്ല, വായിക്ക് രുചിയില്ലെന്നാണ് പറയുന്നത്. പിന്നെ തേണ്ട് മീൻ വറുത്ത് തന്നെ പെറുക്കി തിന്നുന്നുണ്ട്. അത് തിന്നാൽ മതിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെ എന്തെങ്കിലും കഴിക്കണ്ടേ. ഒരു 2 വാ ചോറുണ്ണാൻ പറഞ്ഞു. അപ്പോൾ ഒരു 2 വാ ചോറ് ഉണ്ണുന്നുണ്ട്. അതിങ്ങനെ ഒരു ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് ഇമാരി തിന്നോണ്ടിരിക്കുന്നത്. വേറെ കറി ഒന്നും കൊച്ചു കൂട്ടത്തില്ല കേട്ടോ. ഇടയ്ക്ക് തക്കാളിച്ചാറൊക്കെ കൂട്ടും. അപ്പോൾ ഇന്ന് പനിയായതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ തേണ്ട് ചോറ് മാറ്റി വെച്ചിട്ട് നമ്മുടെ മീൻ വറുത്ത് തന്നെ ഇരുന്ന് തിന്നോണ്ടിരിക്കുക. ഞാനും ഊണ് കഴിഞ്ഞിട്ട് അതിന്റെ മീൻ വറുത്തതിന്റെ മസാല അവളിങ്ങനെ മാറ്റി വെക്കുവേ. അപ്പോൾ അത് ഞാനും തിന്നതേ. ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു കഴിഞ്ഞു. ഇനി പോയി കൈ കഴുകാം. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു വലിയ പരിപാടി കഴിഞ്ഞു. ഇനി വൈകിട്ട് ഇഷ്ടമുള്ള എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം.